പൊന്നാനി താലൂക്ക് വികസന സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തുടർച്ചയുണ്ടാകാത്തതിൽ പ്രതിഷേധവുമായി അംഗങ്ങൾ. തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യമുയർന്നു. പൊന്നാനി താലൂക്കിലെ വിവിധ വകുപ്പുകൾക്ക് കീഴിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ താലൂക്ക് വികസന സമിതിയിൽ തീരുമാനിച്ചിട്ടും തുടർ പ്രവർത്തന നടപടികൾ റിപ്പോർട്ടായി സമർപ്പിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധവുമായി അംഗങ്ങൾ രംഗത്തെത്തിയത്. അതിൽ വ്യക്തമായ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പങ്കെടുക്കാതിരിക്കുമ്പോൾ അതിന് മറുപടി കിട്ടില്ല. വെറുതെ ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റൊരു വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അത് ആ ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ ഞങ്ങളാരും വരുന്നില്ല. കാരണം ഇതിന്റെ വളരെ വ്യക്തമായി ഗവൺമെന്റ് പറയുന്നുണ്ട്. താലൂക്ക് DDC ചർച്ച ചെയ്യുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് TDC ചർച്ച ചെയ്യുന്നത്. തീരുമാനം എടുക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ പിന്നെ 3 ചോദ്യങ്ങൾ. ഒന്ന്, അതിന് മറുപടി വളരെ വ്യക്തമായിട്ട് കിട്ടി. ഹാർബറിൽ മറ്റേ നമ്മൾ അവിടെ തൊഴിലാളികൾക്ക് മറ്റേ ഡ്രസ്സ് മാറ്റാനുള്ള സംവിധാനമില്ല, അത് മറ്റേ മുനിസിപ്പാലിറ്റി ഇത് കൂടി ചെയ്തു. രണ്ടാമത് വളയകുളത്തെ വിഷയം. വളയകുളത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റി മുഖേന ശുദ്ധീകരിക്കാത്ത വെള്ളം വരുന്നത് വാട്ടർ അതോറിറ്റി പരിശോധിക്കണമെന്നും ജങ്കാർ സർവീസ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന് നൽകാതെ പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ കൊണ്ടുവരണമെന്നും ഭാരതപ്പുഴയിലെ അനധികൃത മണലെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. അതേസമയം ഭാരതപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. പൊന്നാനിയുടെ തീരപ്രദേശങ്ങളിൽ എത്രയും വേഗം കടൽഭിത്തി നിർമ്മിക്കണമെന്നും ജലജീവൻ മിഷനു വേണ്ടി പൊളിച്ച റോഡുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും പൊന്നാനി താലൂക്ക് പരിധിയിൽ പട്ടയം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കളക്ടറോട് പറഞ്ഞു, നേരിട്ട് പോയിട്ട് അപ്പൊ കളക്ടർ എന്താ പറഞ്ഞിട്ട് കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞു ഉന്നതന്മാരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ പ്രായമുള്ള അപ്പൊ കളക്ടറിനോട് പറഞ്ഞു സെക്രട്ടറിമാരെ അറിയിക്കാം പറയാമെന്ന്. എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്? ബ്ലോക്ക് ചെയർമാൻ വരാറുണ്ട് എപ്പോഴും. വേറെ ആരാ? 2 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്. എവിടെ? എംഎൽഎമാര്. ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാം, കൂട്ടം വലിയ ശരിക്കും തവണ തിരുവഴി പങ്കെടുക്കുന്നുണ്ട്, ശരിക്കും പങ്കെടുക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ MLAയോട് വ്യക്തിപരമായി പറഞ്ഞു, ഈ ദിവസം എഴുതി വെച്ചിട്ട് ഇന്ന് വരണ്ട, ഇന്നിപ്പോൾ പുള്ളിയുടെ ഇന്ന് വരണ്ട, വരാൻ പറയണം ചെയർമാനെ. ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരിരിക്കുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ അവർ മറുപടി പറയില്ലേ, അവർ പുസ്തകത്തിൽ എഴുതി വെക്കണം, ഇത് പഠിക്കാൻ പറയും. പൊന്നാനിയിലെ കോൾപ്പാടങ്ങൾ തരിശാക്കി ഇടാതിരിക്കുന്നതിന് ആവശ്യമായ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും വളയംകുളത്തെ ദേശാടന പക്ഷികളുള്ള മരം മുറിക്കുന്നതിന് എത്രയും വേഗം ട്രീ കമ്മിറ്റി കൂടി നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.